everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 30th lecture on the subject Strategic Cost and Management Accounting. This lecture is based on Process Costing Applications, which is the second module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In the previous lecture, we were discussing about work in progress, and in this lecture, we are going to discuss about equivalent production. Equivalent production. This represents the production of a process in terms of completed units. അതായത് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒരു പ്രോസസ്സിൽ എൻ്റർ ചെയ്യുന്ന മൊത്തം യൂണിറ്റ്സും എന്താകണമെന്നില്ല, കംപ്ലീറ്റഡ് ആയിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് പോകണമെന്നില്ല. ചില യൂണിറ്റ്സ് അവിടെ എന്തായിരിക്കും, വർക്കിങ്ങിലായിരിക്കും. അതിനെയൊക്കെയാണ് നമ്മൾ ആ അൺഫിനിഷ്ഡ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. അതായത് എത്ര യൂണിറ്റ്സ് ആണോ കംപ്ലീറ്റഡ് ആയി പോകുന്നത്, ആ കംപ്ലീറ്റഡ് ആയി പോകുന്ന യൂണിറ്റ്സിൻ്റെ ആ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ ടേംസിൽ ഒരു പ്രോസസ്സിലെ പ്രൊഡക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it means converting the uncompleted production into its equivalent of completed units. അതായത് ഒരു പ്രോസസ്സിൽ അൺകംപ്ലീറ്റഡ് ആയിട്ട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനെ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇക്വലൻ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. Notional quantity of completed units substituted for an actual quantity of incomplete physical units in progress when the aggregate work content of the incomplete units is deemed to be equivalent to that of the substituted quantity. അതായത് ഇക്വലൻ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോഷണൽ ക്വാണ്ടിറ്റി ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ നോഷണൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സിൽ എൻ്റർ ചെയ്ത യൂണിറ്റ്സിൽ എത്ര എണ്ണമാണോ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ബേസിസിലുള്ള നോഷണൽ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ആൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് ഫിസിക്കൽ യൂണിറ്റ്സ് ഇൻ പ്രോഗ്രസ്. ഇനി പ്രോസസ്സിൽ എത്ര യൂണിറ്റ്സ് ആണോ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് അതിന് പകരം, അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റിക്ക് പകരം ദിസ് നോഷണൽ ക്വാണ്ടിറ്റി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് വെൻ ദ അഗ്രഗേറ്റ് വർക്ക് കണ്ടൻറ്റ് ഓഫ് ദ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് ഈസ് ഡീംഡ് ടു ബി ഈക്വലൻറ്റ് ടു ദാറ്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സിൻ്റെ, ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ്സിൻ്റെ അഗ്രഗേറ്റ് വർക്ക് കണ്ടൻറ്റ്, അതിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആയോ ആ കംപ്ലീറ്റ് ആയ വർക്കിനെ എന്തായിട്ട് ഡീം ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്വാണ്ടിറ്റിയുടെ ഇക്വലൻ്റ് ആയിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്വാണ്ടിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ട് ഡീം ചെയ്യും. തിയററ്റിക്കലി പറയുന്നതിനെക്കാട്ടിലും എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ് കൂടുതൽ ക്ലിയർ ആവുന്നത്. ഇപ്പോൾ 100 യൂണിറ്റ്സ് ആണ് ഒരു പ്രോസസ്സിൽ എൻ്റർ ചെയ്തത്. അതിൽ 60% കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 യൂണിറ്റ്സ് എൻ്റർ ചെയ്ത യൂണിറ്റ്സ് ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, ഇപ്പോഴും എന്താണ്, പ്രോസസ്സിൽ തന്നെയാണ്. അതിലിനി 40% വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. 60% കംപ്ലീറ്റ് ആയി. ഇനി ആ 40% കൂടെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ 100 യൂണിറ്റ്സും അവിടെ നിന്ന് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുകയോ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ കണ്ടോ, 60% കംപ്ലീറ്റഡ് ആയി എന്ന് പറയുമ്പോൾ അവരെന്താണ് എടുക്കുന്നത്, 60 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആയിട്ട് ഇക്വലൻ്റ് യൂണിറ്റ്സ് ആയിട്ട് അങ്ങ് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ കണ്ടോ, 100 യൂണിറ്റ്സ് എൻ്റർ ചെയ്യുന്നു, അതിന് 60% കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ 60 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആയി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു നോഷണൽ ക്വാണ്ടിറ്റിയിൽ അങ്ങ് എടുക്കുകയാണ് ഇക്വലൻ്റ് യൂണിറ്റ് ആയിട്ട്. ഓക്കെ, the principle applies when operation costs are being apportioned between work in progress and completed output. അതായത് ഈ ഇക്വലൻ്റ് യൂണിറ്റ്സിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കോസ്റ്റുകൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലും കംപ്ലീറ്റഡ് ഔട്ട്പുട്ടിലും അപ്പോർഷൻ ചെയ്യുമ്പോഴാണ്. Thus in each process an estimate is made of the percentage completion of any work in progress. അപ്പോൾ ഓരോ പ്രോസസ്സിലും അതിൽ കംപ്ലീറ്റഡ് ആയിരിക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു എസ്റ്റിമേറ്റ് ചെയ്യും. ഇപ്പോൾ എ എന്ന് പറയുന്ന പ്രോസസ്സിൽ 100 യൂണിറ്റ്സ് എൻ്റർ ചെയ്തു, 60% കംപ്ലീറ്റ് ആയി, ദെൻ 60 യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആയെന്നുള്ളത്. 200 യൂണിറ്റ്സ് ആണ് ബിയിൽ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു 40% കംപ്ലീറ്റ് ആയെങ്കിൽ 80 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ നോഷണൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കും. ഓക്കെ,
Then a production schedule and a cost schedule will be prepared. അതായത് ഓരോ പ്രോസസ്സിലെയും വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എത്ര പെർസെൻറ്റേജ് കംപ്ലീഷൻ ആണോ വന്നത് അതിൻ്റെ ബേസിസിൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂളും കോസ്റ്റ് ഷെഡ്യൂളും പ്രിപ്പയർ ചെയ്യും. ഇൻസ്പെക്ഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ യൂഷ്വലി ഓൺ എ പെർസെൻറ്റേജ് ബേസിസ്. അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നു, ചെയ്തിട്ട് പേഴ്സൻറ്റേജ് ബേസിസിൽ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എത്ര പേഴ്സൻറ്റേജ് കംപ്ലീറ്റഡ് ആയി എന്നുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. ഓക്കെ, യൂഷ്വലി പേഴ്സൻറ്റേജ് ബേസിസിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ആൻഡ് the estimate should be accurate as possible because a mistake at this stage would affect the stock valuation used in the preparation of final accounts. ഈ എസ്റ്റിമേറ്റ് അതായത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ആക്യുറസിയോടുകൂടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ഈ സ്റ്റേജിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് വാല്യുവേഷനെയൊക്കെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, then the formula for equivalent production is, equivalent production കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് equivalent units of work in progress is equal to actual number of units in progress of manufacture into percentage of work completed. Equivalent units of work in progress കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ പ്രോഗ്രസ് ഓഫ് മാനുഫാക്ചറിനെ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഇഫ് 70% വർക്ക് ഹാസ് ബീൻ ഡൺ ഓൺ ദ ആവറേജ് ഓൺ 200 യൂണിറ്റ്സ് സ്റ്റിൽ ഇൻ പ്രോസസ്. അതായത് ഒരു പ്രോസസ്സിൽ ഇപ്പോൾ ഉള്ള 200 യൂണിറ്റ്സ്, ആ 200 യൂണിറ്റ്സിൻ്റെ 70% വർക്ക് ചെയ്ത് കഴിഞ്ഞു. Then 200 such units will be equal to 140 completed units. അതായത് 200ൻ്റെ 70% വർക്ക് ഡൺ ആയത്, അത്രയും യൂണിറ്റ്സ് എന്ന് പറയുന്നത് 140 കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, the cost of work in progress will be equal to 140 completed units. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 140 കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ഈ 140 കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? 200ൻ്റെ 70%, 200 യൂണിറ്റ്സിൻ്റെ 70% വർക്ക് കഴിഞ്ഞു. അപ്പോൾ 200 into 70/100 that is equal to 140 completed units. Okay, hope you all understand about equivalent production. Thank you all.